ഒരു തുള്ളി രക്തം പോലും മാറ്റിവെക്കാതെ പൂർണ്ണമായി ചൊരിഞ്ഞവനേ, നിൻ സ്നേഹത്തിൻ ആഴവും നിൻ സ്നേഹത്തിൻ വീതിയും ആരാലും വർണ്ണിപ്പാൻ സാധ്യമല്ല, ആരാലും വർണ്ണിപ്പാൻ സാധ്യമല്ല. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹവന്ദനം. യോബിൻ്റെ പുസ്തകം 36-ാം അധ്യായം 6-ാമത് വാക്യം, അവൻ ദുഷ്ടൻ്റെ ജീവനെ രക്ഷിക്കുന്നില്ല എന്നുള്ള പ്രസ്താവനയാണ്. തിന്മ കൈമുതലാക്കി ദുഷ്ടത മാത്രം പ്രവർത്തിച്ചുകൊണ്ട് ജീവിതത്തിൽ മുൻപോട്ട് കടന്നു പോകുന്ന ഒരു വ്യക്തിയെ ദൈവം കൈവിട്ട് കളയുകയും അവനെ രക്ഷിപ്പാൻ ദൈവം മനസ്സ് കാണിക്കാതിരിക്കുകയും ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തുന്ന വാക്കുകളാണ്. വിശുദ്ധ വേദപുസ്തകം നാം പരിശോധിച്ചു നോക്കുമ്പോഴും തിന്മ മാത്രം കൈമുതലാക്കിക്കൊണ്ട് ജീവിതത്തിൽ മുൻപോട്ട് കടന്നുപോയതായ വ്യക്തികളുടെ ജീവിതത്തിൽ തിരുത്തലിനും മടങ്ങിവരവിനുമുള്ള അനവധി അവസരങ്ങൾ അവരുടെ ജീവിതത്തിനകത്ത് ദൈവം അവർക്ക് നൽകിയിട്ടും മടങ്ങി വരുവാൻ മനസ്സില്ലാതെ വരിക നിമിത്തം യഹോവയായ ദൈവം അവരെ കൈവിടുകയും അവർക്ക് രക്ഷപ്പെടുവാനുള്ള സാധ്യതകൾ നഷ്ടമായി പോവുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 26 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു കാലഘട്ടം മുഴുവൻ ഇസ്രായേൽ ജനത്തെ അടിമത്വത്തിൽ ബുദ്ധിമുട്ടിപ്പിച്ച ഫറവോനെക്കുറിച്ചും തൻ്റെ ആളുകളെക്കുറിച്ചും കാണുവാനായിട്ട് കഴിയുകയാണ്. ദൈവത്തിൻ്റെ സമയമായപ്പോൾ ദൈവം മിസ്രയീമിൽ നിന്ന് ഇസ്രായേൽ മക്കളെ രക്ഷിച്ച് അവരുടെ പിതാക്കന്മാരുടെ ഭൂമിയാകുന്ന അവകാശ ഭൂമിയിലേക്ക്, വാഗ്ദത്ത ദേശത്തേക്ക് അവരെ പോകുവാനായിട്ട് അയച്ചു. എന്നാൽ തിന്മ മാത്രം കൈമുതലാക്കി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഫറവോനും സൈന്യവും അവരുടെ പിന്നാലെ കടന്നു ചെല്ലുവാൻ ഇടയായിത്തീർന്നു എന്നുള്ളതാണ്. അതു നിമിത്തം ഫറവോനും സൈന്യവും കടലിൽ ദൈവം അവരെ തള്ളിയിടുകയും അവർക്ക് രക്ഷപ്പെടുവാൻ കഴിയാത്ത തലത്തിൽ അവർ തകർന്നു പോകുവാൻ, ഇല്ലാതെയായി പോകുവാൻ ഇടയായിത്തീർന്നു എന്നും നമുക്ക് കാണുവാൻ സാധിക്കുകയാണ്. എസ്തേറിൻ്റെ പുസ്തകം 7-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോഴും അവിടെയും കാണുവാനായിട്ട് കഴിയുന്നത്, ഭക്തനായ മൊർദെഖായിയുടെ പിന്നാലെ നടന്ന് തന്നെ നിരന്തരമായി ഉപദ്രവിക്കുന്ന ഒരു ഹാമാൻ്റെ ചരിത്രം രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. എന്നാൽ ഹാമാനോട് ദൈവം അങ്ങനെ ചെയ്യരുത് എന്ന് അവനെ ബോധ്യപ്പെടുത്തുമ്പോഴും അധികമായി ഭക്തനായ മൊർദെഖായിയെ ഉപദ്രവിക്കുവാൻ മനസ്സ് കാണിക്കുന്ന ഹാമാൻ്റെ ജീവിതം സംബന്ധിച്ച് പറയുന്നത്, അവർ ഹാമാനെ അവൻ മൊർദെഖായിക്ക് വേണ്ടി നാട്ടിയിരുന്ന കഴുമരത്തിന്മേൽ തൂക്കിക്കളഞ്ഞു എന്നുള്ളതായ വാക്കുകളാണ് 7-ാം അധ്യായത്തിൻ്റെ 10-ാമത് വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ വാക്യങ്ങളൊക്കെ ഓർപ്പിക്കുന്നത് തിന്മ കൈമുതലാക്കിക്കൊണ്ടാണ് ജീവിതത്തിൻ്റെ ഓരോ ദിനരാത്രങ്ങളും മുൻപോട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ആർക്കും അങ്ങനെയുള്ളവരെ രക്ഷിപ്പാൻ കഴിയാത്ത തലത്തിൽ ദൈവം അവരെ കൈവിടുകയും അവർ നശിച്ചു പോകുന്നതിന്, അവർ തകർന്നു പോകുന്നതിന്, അവർക്ക് രക്ഷപ്പെടുവാൻ കഴിയാതെ പോകുന്നതിന് അത് കാരണമായി തീരുമെന്നും ഓർമ്മപ്പെടുത്തുന്ന വാക്കുകൾ തന്നെയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിനകത്ത് ദുഷ്ടത കൈമുതലാക്കിക്കൊണ്ട് നാം മുൻപോട്ട് കടന്നുപോയിട്ട് ഹാമാനെ പോലെയോ അല്ലെങ്കിൽ നശിച്ചു പോയതായ, തകർന്നു പോയതായ ആളുകളെ പോലെയോ നാം എന്നേക്കുമായി തകർന്നു പോകുന്ന ഒരനുഭവമുള്ളവരായി തീരുകയല്ല. മറിച്ച് ദൈവത്തെ ഭയപ്പെട്ട് ജീവരക്ഷ ദൈവത്തിങ്കിൽ നിന്നും പ്രാപിച്ച് ആ നിലകളിൽ ഒരു നിത്യത പ്രാപിപ്പാൻ കഴിയേണ്ടതിന് നമ്മുടെ തിന്മ വിട്ട് ആവോളം നന്മ ചെയ്യുന്നവരായി തീരുവാൻ നമുക്ക് ഉത്സാഹിക്കാം. അതിനായി നമ്മെ സമർപ്പിക്കാം. അതിന് ദൈവം എന്നെ കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും
ഭാഗ്യം നൽകട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങൾ തകർന്നു പോകുന്നവരുടെ കൂട്ടത്തിൽ അകപ്പെടാതിരിക്കേണ്ടതിന് തിന്മ വിട്ട് നന്മ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ ദൈവവചന ചിന്ത കേട്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.